എല്ലാവർക്കും നമസ്കാരം. ജി ബയോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അരവിന്ദ് കൗർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബയോളജിയിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മോളിക്കുലാർ ബയോളജിയിൽ വരുന്ന DNA റെപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ മോളിക്കുലാർ ബയോളജി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കുറേയധികം പ്രോസസ്സ് പഠിക്കും അല്ലേ? സെൻട്രൽ ഡോഗ്മ പ്രധാനപ്പെട്ട ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്നത് DNA ലെവലിലുള്ള ഇൻഫർമേഷൻസിനെ കോപ്പി ചെയ്യുന്ന സമയത്താണ് നമ്മൾ DNA റെപ്ലിക്കേഷൻസ് എന്ന് പറയുക. അല്ലെങ്കിൽ DNAയിൽ നിന്ന് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് DNAയിൽ നിന്ന് ജീനുകൾ എന്തായിട്ട് മാറുന്നു? RNA ആയിട്ട് mRNA ആയിട്ട് മാറുന്നു. ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷനാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു. ആ ഒരു പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. അങ്ങനെ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ DNA ലെവലിലാണെങ്കിൽ വേറെയും പ്രോസസ്സുകളുണ്ട്. DNA റിപ്പയർ പ്രോസസ്സുകളുണ്ട് അല്ലേ? ഇപ്പോൾ DNA റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കോർ പ്രോസസ്സുകൾ പഠിക്കുമ്പോൾ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കോറായിട്ടുള്ള ഒരു ഐഡിയ എങ്ങനെയാണ് നിങ്ങളിത് ഓർഗനൈസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു DNA റെപ്ലിക്കേഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് മറ്റ് പ്രോസസ്സുകൾ പഠിക്കുമ്പോഴും ഇതേ തരത്തിലുള്ള എന്ത് ചെയ്യാം, ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഓർഡർ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ DNA റെപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രീവിയസ് മോഡൽസ് നടന്നിട്ടുണ്ടോ? പൊതുവേ ഇതെല്ലാത്തിനും ആപ്ലിക്കബിളാണ്. എക്സ്പെരിമെൻറ്റ്സ് നടന്നിട്ടുണ്ടോ? DNA റെപ്ലിക്കേഷൻ്റെ ആദ്യ ഭാഗം എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്, അതിലേക്ക് ലീഡ് ചെയ്ത എക്സ്പെരിമെൻറ്റുകൾ എന്താണ്? നിങ്ങൾക്കത് പെട്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇത് ഞാൻ ഓൾറെഡി ഒരു ലെക്ചർ ഇതിനെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. എന്ത് മോഡ് ഓഫ് റെപ്ലിക്കേഷനാണ് ഉള്ളത് എന്നതിനെക്കുറിച്ച് അല്ലേ? ഇപ്പോൾ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷനെ പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ് ഉണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റാണ്, മെസൽസൺ സ്റ്റോൾ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട എൻസൈംസ്, പ്രോട്ടീൻസ്, ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അത് വെറുതെ പ്രോട്ടീൻസ് ഉണ്ട് അല്ലെങ്കിൽ എൻസൈംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കെമിസ്ട്രി എന്താണ്, അതിൻ്റെ ആക്ടിവിറ്റീസ് എന്താണ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുക. മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുക ഇതൊരു സിംപ്ലർ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, നമ്മുടെ ബാക്ടീരിയയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഈ കൊള എടുക്കുക. അപ്പോൾ ബാക്ടീരിയയിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക, പ്രൊക്കാരിയോട്സിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിക്കും. അവസാനമല്ല പിന്നീട് ഒരു എക്സ്റ്റൻഷനായിട്ടാണ് യൂക്കാരിയോട്സിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക. അവിടെ പല കാര്യങ്ങളും സിമിലർ ആയിരിക്കും അല്ലേ? എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇത് പലരും സിമിലർ ആയിരിക്കും. പക്ഷേ കുറേയധികം അഡീഷൻസ് ഉണ്ടാവും. കുറേയധികം വിവിധ സെല്ലുകളുണ്ടായിരിക്കും. അവിടെ കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ഉണ്ടായിരിക്കും. കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും, കൂടുതൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടായിരിക്കും ആ പ്രോട്ടീൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. യൂക്കാരിയോട്സ് വളരെ വിശദമായിട്ടൊന്നും ചിലപ്പോൾ പഠിക്കാനില്ലെങ്കിൽ പോലും എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളത് എന്നുള്ളതെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് നാലാമത്തെ ഭാഗം. ഈ ഒരു ഭാഗം കൊണ്ട് തീർന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇനിയാണ് ഒരു ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഈ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ചോദ്യങ്ങൾ ഈ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് വരിക. ഉദാഹരണത്തിന് എൻസൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരിക, അല്ലെങ്കിൽ പ്രൊക്കാരിയോട്സിൽ ഏതെങ്കിലും നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക, അല്ലെങ്കിൽ യൂക്കാരിയോട്സുമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക. പക്ഷേ അത് അഞ്ചാമത്തെ ഭാഗമാണ്. അതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ഡ്രഗ്സ് എന്നാണ്. അല്ലെങ്കിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് പോലുള്ള ഡ്രഗ്സുകൾ അതെവിടെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ DNA റെപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം ഡ്രഗ്സ് ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ കാണാം. ട്രാൻസ്ക്രിപ്ഷനിലും ഉണ്ട് ഡ്രഗുകൾ. അപ്പോൾ ഈ ഓരോ ഡ്രഗുകളും എവിടെ ആക്ട് ചെയ്യുന്നു, ഏത് എൻസൈമിനെ ആക്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് അത് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്. ഇനി നിങ്ങൾ നോക്കുമ്പോൾ കുറേ സൈറ്റോടോക്സിക് അല്ലെങ്കിൽ ആൻറ്റി ക്യാൻസർ ഡ്രഗുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അഞ്ചാമത്തെ ഭാഗത്താണ്. അതൊരിക്കലും ഒഴിവാക്കരുത്. കാരണം പലപ്പോഴും ഈ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രോസസ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിലെവിടെയാണ് അത് ആക്ട് ചെയ്യുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആദ്യ ഭാഗം എന്ന് പറയുന്നത് മോഡൽസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് വാട്സൺ ആൻഡ് ക്രിക്ക് ഈ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കൊടുത്തിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കി അവിടെ ഒരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ കോപ്പിംഗ് മെക്കാനിസം എന്താണ് എന്നുള്ളത് എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊടുത്തത് മെസൽസൺ ആൻഡ് സ്റ്റോളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതിൽ കുറച്ചും കൂടി ഒരു
കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. വെറുതെ എക്സ്പെരിമെൻ്റ് എന്താണ് എന്നറിയുകയല്ല. ഇത് കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ ആയിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഡിസ്പേഴ്സീവ് മോഡാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നീറ്റിൽ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ CSAT എക്സാമിനേഷന് ഗേറ്റിൽ ഒക്കെ ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ വിടുകയാണ്. ഡയറക്റ്റ്ലി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് റെപ്ലിക്കേഷനിലുള്ള പ്രധാനപ്പെട്ട മെഷീനറീസ് എന്താണ്, അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസംസ് എന്താണ് എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിൽ പ്രധാനമായിട്ട് പല തരത്തിലുള്ള ബുക്കുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ബയോകെമിസ്ട്രി ബുക്കുകളുണ്ട് ഇതിൽ, അതും കൂടി നിങ്ങൾ നോക്കണം. ഈ ഒരു ഭാഗം പ്രത്യേകിച്ച് ലെനിഞ്ച് പ്രിൻസിപ്പിൾ ഓഫ് ബയോകെമിസ്ട്രി നോക്കാം, അല്ലെങ്കിൽ മോളിക്കുലർ ബയോളജി ഓഫ് ദ ജീൻ എന്ന് പറയുന്ന ബുക്കുണ്ട്. അത് പൊതുവേ റെപ്ലിക്കേഷനെ കുറിച്ചും ട്രാൻസ്ക്രിപ്ഷനെ കുറിച്ചും ട്രാൻസ്ലേഷനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, ഒരു പ്രീ റിക്വസിറ്റ് എന്താണ്. അപ്പോൾ DNA സിന്തസിസ് നടത്തുന്നതിനുള്ള പ്രീ റിക്വസിറ്റ് എന്താണ്? പ്രീ റിക്വസിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സബ്സ്ട്രേറ്റ്സ് ആയിട്ടുള്ള DNTPs. കണ്ടോ, ഇതൊരു DNTPs ആണ്. DNTPs എന്താണ്, ബേസ് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ എലമെൻ്ററി ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് പഠിച്ചതിന് ശേഷമാണ് മോളിക്കുലർ ബയോളജിയിലേക്ക് കടക്കേണ്ടത് തന്നെ. അപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നു, ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു DNTPs നോക്കുക, ട്രൈഫോസ്ഫേറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ അതുകൂടാതെ ഒരു പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ ഉണ്ടാകുന്നു. അവിടെ ജംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു ഫ്രീ 3' ആവശ്യമാണ് സിന്തസിസ് നടത്തുന്നതിന്. അപ്പോൾ സിന്തസിസ് ഏത് ഡയറക്ഷനിൽ നടക്കുക, 5' to 3'. കണ്ടോ, 5' to 3' ഡയറക്ഷനിലാണ് എപ്പോഴും സിന്തസിസ് നടക്കുക. അങ്ങനെ സിന്തസിസ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈം ഏത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ പേരേ ഉള്ളൂ, അത് DNA പോളിമറേസ് ആണ്. അപ്പോൾ DNA പോളിമറേസിനെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഇത് എൻസൈമുകളെ കുറിച്ച് പഠിക്കാനുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട എൻസൈം എന്ന് പറയുന്നത് DNA പോളിമറേസ് ആണ്. പിന്നെ എന്താണ്, DNA ലൈഗേസ് ഉണ്ട് അല്ലേ, DNA ഹെലിക്കേസ് ഉണ്ട്, വേറെ ഏതാ ഉള്ളത്, ഹെലിക്കേസ് ഉണ്ട്, സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് ഉണ്ട്, ടോപ്പോ ഐസോമറേസസ് ഉണ്ട്, കുറേയധികം എൻസൈമുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ DNA പോളിമറേസസ് തന്നെ പല തരത്തിലുണ്ട് നമ്മൾ പഠിക്കുമ്പോൾ. അപ്പോൾ DNA പോളിമറേസിൻ്റെ സ്ട്രക്ചർ എന്താണെന്നറിയോ, ഏകദേശം നമുക്കൊരു ഈ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവും. അതൊരു റൈറ്റ് ഹാൻഡ്, ഒരു ഹാൻഡ് സ്ട്രക്ചറാണ് അതിനുള്ള, ഒരു തമ്പും ഒക്കെ ആയിട്ട് അല്ലേ. അപ്പോൾ ആ ഒരു 3D സ്ട്രക്ചറാണ് DNA പോളിമറൈസ് ഉള്ളത്. അത് നല്ലപോലെ ഗ്രിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, അതുകൊണ്ടാണ് ആ ഒരു സ്ട്രക്ചർ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇപ്പോൾ DNA കറക്റ്റായിട്ട് കോപ്പി ചെയ്യപ്പെടണം, അതിൽ എറേഴ്സ് പാടില്ല. അതിൽ എറേഴ്സ് പരമാവധി കുറയ്ക്കണം. എന്നാലും എന്തോ എററൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് പ്രൂഫ് റീഡിങ്. അപ്പോൾ ഒരു ബേസ് ലെവൽ ഓഫ് പ്രൂഫ് റീഡിങ് എന്ന് പറയുന്നത് ഈ DNA പോളിമറൈസിൻ്റെ സ്ട്രക്ചർ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ഒരു ഒരു സ്ട്രക്ചറുണ്ട്, ഒരു ഹാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചർ കാരണം കറക്റ്റായിട്ടുള്ള ബേസ് പേസ് മാത്രമേ എപ്പോഴും ഫോം ചെയ്യാറുള്ളൂ. എപ്പോഴും എന്നല്ല, അല്ലാത്ത ഫോം ചെയ്യും, സാധാരണ ഫോം ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ വളരെ വളരെ വലിയ ഒരു ബേസ്, 2 അഡിനിനൊക്കെ വരികയാണെന്ന് വിചാരിക്കും. അതൊരു പ്യൂറിനാണ് അല്ലേ. പ്യൂറിൻ എന്ന് പറഞ്ഞാൽ ഡബിൾ റിംഗ് ആണ്. നോക്കുക, 2 അഡിനിൻ വന്നാൽ അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാകത്തില്ല, അതുകൊണ്ടത് ഫോം ചെയ്യില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഒരു തൈമിനാണ് വരുന്നതെങ്കിലാണ് കറക്റ്റായിട്ട് DNA പോളിമറൈസ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്, യഥാർത്ഥ പ്രൂഫ് റീഡിംഗ് ഇതൊന്നും അല്ല, പക്ഷേ ഇതിൻ്റെ ബേസൽ ലെവൽ ഓഫ് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ കൊണ്ടുണ്ടാകുന്ന ലിമിറ്റേഷൻസാണ്. ഇൻകറക്റ്റ് ബേസ് പെയറിനെ അലൗ ചെയ്യുന്നത്, ഇൻകറക്റ്റ് ബേസ് പെയർ മാത്രമാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ സെല്ലിൽ കുറേയധികം DNTPs ഉണ്ട്, അതിൻ്റെ കൂടെ കുറേ RNTPs ഉണ്ട്. DNA പോയിട്ട് RNA കയറിയിരുന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അതും നടക്കുന്നില്ല. അതാണ് ഞാൻ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ അതും നടക്കാറില്ല. അതിന് കാരണം എന്താണെന്നറിയോ? അപ്പോൾ ഒരു DNTP വന്നാലേ കറക്റ്റായിട്ട് DNA പോളിമറൈസിൽ ആ ഒരു ഭാഗത്ത് ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. അതേസമയത്ത് RNTP വന്നാൽ സാധിക്കില്ല. അതിന് കാരണം നോക്കുക, നിങ്ങൾക്ക് എന്താണ് ഈ DNAയും RNAയും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ DNTP RNTP തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെ ഒരു എക്സ്ട്രാ OH ഗ്രൂപ്പുണ്ട്. ഈ OH എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ മോളിക്കുലർ വെയിറ്റ് കൂടിയ ബൾക്കി ഗ്രൂപ്പാണ്. അപ്പോൾ ബൾക്കി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ OHന് അവിടെ ഇരിക്കാനുള്ള സ്ഥലമില്ല.
കാർബണോ അല്ലെങ്കിൽ ഹൈഡ്രജനോ ഒന്നും പോലെയല്ല OH. ഓക്സിജൻ എന്ന് പറയുന്നത് അതിന് വലിയൊരു ഗ്രൂപ്പാണ്. അപ്പോൾ OHന് അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ആ സ്ഥലത്തിനെ കറക്റ്റായിട്ട് എന്താ പറയുക ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കറക്റ്റ് OHന് ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കത്തില്ല. ആ രീതിയിൽ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നതിന് കാരണം DNA പോളിമറൈസിൻ്റെ അമിനോ ആസിഡ് മൊയിറ്റീസാണ്. അപ്പോൾ അവിടെ പ്രത്യേക തരം അമിനോ ആസിഡ്സ് ഉണ്ട്. ആ അമിനോ ആസിഡിനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മ്യൂട്ടേറ്റ് ചെയ്ത് നോക്കുക, അവിടെ പോയിട്ട് RNTP കുറേ കയറിയിരിക്കും. ആ DNTPനെ മാറ്റി, അതായത് ആ കറക്റ്റ് ആ ഒരു ഭാഗത്ത് ആ പോക്കറ്റിൽ എവിടെയാണോ ആ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ആ പോക്കറ്റിൽ നിങ്ങളൊരു മ്യൂട്ടേഷൻ നടത്തുകയാണെങ്കിൽ പിന്നെ DNA പോളിമറൈസിന് പകുതി സാധനങ്ങളും കണ്ടാൽ മനസ്സിലാവില്ല. DNTP ആണോ RNTP ആണോ എന്ന് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ആ കറക്റ്റ് സ്ട്രക്ചറാണ്, സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നതിനുള്ള ചില അമിനോ ആസിഡ് മൊയിറ്റീസ് വരെ അവിടെയുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന DNA പോളിമറൈസിൻ്റെ കുറച്ച് പ്രത്യേകതകളെക്കുറിച്ച്. അതിന് DNTPയും RNTPയും വന്നാൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കും. കാരണം OH ബൾക്കി ഗ്രൂപ്പാണ്, അതിൻ്റെ ചില പ്രത്യേക ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ചില അമിനോ ആസിഡ് മൊയിറ്റീസ് ഉണ്ട്. അത് കാരണം ഈ ബൾക്കി ഗ്രൂപ്പിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല DNA പോളിമറൈസിന്. അതുപോലെ തന്നെ വേറെ എന്താ നമ്മൾ പറഞ്ഞത്, വേറെ ഏതെങ്കിലും ഇൻകറക്റ്റ് ബേസ് പെയർ വന്നാലും സാധിക്കില്ല. അതെല്ലാം കാരണം ഇത് തന്നെയാണ്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ 2 മെറ്റൽ അയോൺസ് ഉണ്ട്. ഓക്കെ, 2 മെറ്റൽ അയോൺസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നത്. കാരണം നമ്മൾ DNA റെപ്ലിക്കേഷനെ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ റിക്കോമ്പിനൻറ്റ് ബയോടെക്നോളജിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. അതെന്താണ് PCR എന്ന് പറയുന്നത്, വളരെ പോപ്പുലറാണ്. അപ്പോൾ അവിടെ നമ്മളിത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ DNA പോളിമറൈസാണ് നമ്മൾ ഉപയോഗിക്കുക, തെർമോസ്റ്റേബിളായിട്ടുള്ള DNA പോളിമറൈസ്. അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഒരു ഡൈവാലൻ്റ് കാറ്റയോൺസ്, മഗ്നീഷ്യം ഒക്കെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ മെറ്റൽ അയോൺ ഉണ്ട്. ഓക്കെ, മെറ്റൽ അയോൺസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ പറയുന്നത്. ഇനി ഈ മെറ്റൽ അയോൺസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷനുണ്ട്, അവിടെ ഒരു ഫ്രീ 3' മോയിറ്റി ഉണ്ട്. ഇതെന്താ ചെയ്യുക, ഈ ഫ്രീ 3' മോയിറ്റി അത് ന്യൂക്ലിയോഫൈലാണ്. ന്യൂക്ലിയോഫൈലാണ് നോക്കുക, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ, ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പോയിട്ട് എന്ത് ചെയ്യും, ഫോസ്ഫേറ്റിലെ ന്യൂക്ലിയോഫൈലായിട്ടുള്ള OH ഗ്രൂപ്പ് പോയിട്ട് ഫോസ്ഫേറ്റിലെ ഫോസ്ഫറസിന് പോയിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കീലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഒരു മെറ്റൽ അയോൺ എന്ത് ചെയ്യും, ഉപയോഗിക്കും. മറ്റൊരു മെറ്റൽ അയോൺ എന്ന് പറയുന്നത് ഈ ട്രൈഫോസ്ഫേറ്റ്സ് ആണ്. അപ്പോൾ അവിടെയും എന്തുണ്ട്, ഓക്സിജൻ മോയിറ്റീസ് ഉണ്ട് അല്ലേ. ഈ ഓക്സിജൻ മോയിറ്റീസിൻ്റെ നെഗറ്റീവ് ചാർജ് ഇല്ലേ, അതിനെയും കൂടി സംരക്ഷിച്ച് നിർത്തുന്ന ഈ സെക്കൻഡ് മെറ്റൽ അയോണാണ്. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റൽ അയോൺസ് ഉണ്ട്. ഈ മെറ്റൽ അയോൺസിനോട് ചുറ്റുമായിട്ട് കുറച്ച് നെഗറ്റീവ് ചാർജുള്ള അമിനോ ആസിഡൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ സിന്തസിസിനെ അലോ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അവിടെ മെറ്റൽ അയോൺസ് ഉണ്ട്. മെറ്റൽ അയോൺസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഫംഗ്ഷന്. കാരണം എന്താണ്, അവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. നെഗറ്റീവ് ചാർജിനെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ആ ഇൻകമിങ് ആയിട്ടുള്ള OH- നെഗറ്റീവ് ചാർജും അതുപോലെ ഒരു മെറ്റൽ അയോൺ, മറ്റൊരു മെറ്റൽ അയോൺ പുറത്തേട്ട് പോകുന്ന അല്ലേ. ട്രൈഫോസ്ഫേറ്റ് വരുമ്പോൾ പൈറോഫോസ്ഫേറ്റ് റിമൂവ് ചെയ്തപ്പോഴും, അപ്പോൾ അങ്ങനെ പുറത്തേട്ട് പോകുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ നെഗറ്റീവ് ചാർജിനെയൊക്കെ ബാലൻസ് ചെയ്ത് വയ്ക്കുന്നത് അവിടെയുള്ള മെറ്റൽ അയോൺസാണ്. മെറ്റൽ അയോൺസിനൊക്കെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നെഗറ്റീവ് ചാർജുള്ള അസ്പാർട്ടേറ്റ് മോയിറ്റീസ് ഒക്കെ അവിടെയുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ഓക്കെ, DNA പോളിമറൈസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈംസ് എന്ന് പറയുന്നത് ഈ DNA റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ. ഒന്നെന്ന് പറഞ്ഞാൽ അതിന് തെറ്റ് വളരെ കുറച്ച് വരാമുള്ളൂ. തെറ്റ് കുറയാനായിട്ട് അതിൻ്റെ സ്ട്രക്ചർ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അത് മാത്രമല്ല കേട്ടോ, എന്നാലും അതിന് തെറ്റ് വരും. അപ്പോൾ നമ്മൾ തെറ്റ് തിരുത്തും. പക്ഷേ ചില തെറ്റ് തിരുത്തൽ രേഖകളൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ DNA പോളിമറൈസിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നോക്കുക, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റ് തിരുത്തണമെങ്കിൽ ഇതെന്ത് ചെയ്യണം, ഇത് അറ്റ്ലീസ്റ്റ് സിന്തസൈസ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ DNA പോളിമറൈസിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൊസസിവിറ്റി. ഈ ഒരു വേർഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് പ്രൊസസിവിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു DNA പോളിമറൈസ് സിന്തസൈസ് ചെയ്യുകയാണ്, സിന്തസൈസ് ഒക്കെ ചെയ്തു, തെറ്റൊന്നും ഉണ്ടായില്ല. പക്ഷേ അത് അപ്പം തന്നെ വീണ് പോവുകയാണെങ്കിൽ, ഫെയിലിയറാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. പിന്നെയും DNA പോളിമറൈസ് വരണം, എന്നിട്ട് ബൈൻഡ് ചെയ്യണം, വീണ്ടും അത് വീണ് പോകും. അപ്പോൾ യഥാർത്ഥത്തിലൊരു DNA പോളിമറൈസ് നോൺ പ്രൊസസീവ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, DNA പോളിമറൈസ് പോയിട്ട് ബൈൻഡ് ചെയ്തു, ഒരു DNTP ആഡ് ചെയ്തു, അതൊക്കെ കറക്റ്റാണ്. ഓക്കെ, കാരണം അതിന് പ്രൂഫ് റീഡിംഗ് ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ തന്നെ DNA പോളിമറൈസ് വിട്ടുപോയി. അതുകൊണ്ട് കാര്യമില്ല. കാരണം നമുക്ക്
ഡി എൻ എ എന്ന് പറയുന്നത് തന്നെ വലുതാണ്. കുറേയധികം ബേസുകൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇത് ഫാസ്റ്റ് ആക്കണം അല്ലേ? അപ്പോൾ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി കറക്റ്റ് ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എറേഴ്സ് വരും, മ്യൂട്ടേഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. രണ്ടാമത്തെ കാര്യം ഹൗ പ്രോസസീവ് ഡി എൻ എ പോളിമറൈസീസ് എന്നുള്ളതാണ്. അതായത് ഒരു തവണ ബൈൻഡ് ചെയ്താൽ, നിങ്ങളിവിടെ നോക്കൂ, ഒരു തവണ ബൈൻഡ് ചെയ്താൽ ഒരു 100-200 എണ്ണമെങ്കിലും കുറേ എണ്ണം ആഡ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ആ ഡി എൻ എ പോളിമറൈസ് ഡിസോസിയേറ്റ് ചെയ്യാമുള്ളൂ. അതിനുശേഷം വീണ്ടും ബൈൻഡ് ചെയ്യുക, ഡിസോസിയേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ അതിലൊരു പ്രോസസിവിറ്റി എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് ഈസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ആവറേജ് നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആഡഡ് ഈച്ച് ടൈം ദ എൻസൈം ബൈൻഡ്സ് എ പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. സെയിം ബൈൻഡ് ചെയ്യുക, വീഴാതെ കുറേയധികം ഡി എൻ ടി പിസിനെ ആഡ് ചെയ്യുക. അതാണ് പ്രോസസിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടിയിലേക്കും കൂടി പോവാം. എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി. ഒന്നാമത്തത് പോളിമറൈസ് ആക്ടിവിറ്റി. പോളിമറൈസ് ആക്ടിവിറ്റിയുടെ ഡയറക്ഷൻ എന്താ? 5' to 3' ഡയറക്ഷനിലാണ് സിന്തസിസ് നടക്കുക. അതാണ് സിന്തസിസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ പോളിമറൈസ് ആക്ടിവിറ്റി എന്ന് പറയാം. ഇനി ഡി എൻ എ പോളിമറൈസിന് ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു പ്രൂഫ് റീഡിങ്, ഒരു കൈനറ്റിക് പ്രൂഫ് റീഡിങ്, അതിന് പറയുന്ന പേര് കൈനറ്റിക് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം പ്രൂഫ് റീഡിംഗ് ഉണ്ട്. തെർമോഡൈനാമിക്കലി അല്ലേ സ്റ്റേബിളായിട്ടുള്ള, അതിൻ്റെ സ്ട്രക്ചറലി ഒക്കെ ഫീസിബിളായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ അതിനെ ആഡ് ചെയ്യാനായിട്ട് ജനറലി സാധിക്കുകയുള്ളൂ. പക്ഷേ എന്നാലും തെറ്റുകൾ വരും അല്ലേ? തെറ്റ് വരാത്തതായിട്ട് ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ഡി എൻ എ പോളിമറൈസിനും അത് ബാധകമാണ്. അപ്പോൾ ഡി എൻ എ പോളിമറൈസ് ഇവിടെ എന്താ ചെയ്യാം നോക്കാം. എക്സോന്യൂക്ലിയേസ് ആക്ടിവിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഡി എൻ എ പോളിമറൈസുകൾക്ക്. അതായത് ഏതെങ്കിലും ഒരു മിസ്മാച്ച്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് നമ്മുടെ ഡി എൻ എയിൽ കയറിയാൽ എന്ത് ചെയ്യണം? അത് റിമൂവ് ചെയ്യണം. നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. ഞാൻ ഒരു ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വേർഡ് ഫയലിൽ എൻ്റെ തീസസ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ വേർഡുകൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യും. ക്രിയേറ്റ് എന്ന് എഴുതിയിട്ട് ക്രിയേറ്റ് എ ഡയഗ്രാം എന്നുള്ളതിന് ഡയഗ്രാം എന്ന് എഴുതിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡയഗ്രാം എന്നുള്ളതിന് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള വേർഡാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു ബാക്ക് സ്പേസ് കീ ആണ് അമർത്തുക. അപ്പോൾ ഡി എൻ എ പോളിമറൈസിന് ഒരു ബാക്ക് സ്പേസ് കീ ഉണ്ട്. ഓക്കെ, ആ ഒരു ആക്ടിവിറ്റിയെ പറയുന്ന പേരാണ്. അതായത് പുറകോട്ട് പോയിട്ട് ഏത് ഡയറക്ഷനിലാണോ അത് സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കും. നോക്കുക, ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ആണ്. നിങ്ങൾ ബാക്ക് സ്പേസ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? റൈറ്റ് ടു ലെഫ്റ്റിൽ ഒരു കീ നിങ്ങൾ റിമൂവ് ചെയ്യുക. അതേ സംഭവമാണ് ഡി എൻ എ പോളിമറൈസിന്. 5' to 3' ഡയറക്ഷനിൽ പോളിമറൈസ് സിന്തസിസ് ആക്ടിവിറ്റി ഉള്ളപ്പോൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ 3' to 5' ഡയറക്ഷനിൽ അതിന് എന്ത് ചെയ്യാൻ സാധിക്കും? അതിന് ഇൻകറക്റ്റ് ആയിട്ടുള്ള ബേസ് പെയറിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് എക്സോ ന്യൂക്ലിയേസ് ആക്ടിവിറ്റി എന്ന് പറയുക. അതിനെയാണ് നമ്മൾ എക്സോ ന്യൂക്ലിയേസ് ആക്ടിവിറ്റി എന്ന് പറയുക. നിങ്ങൾ നോക്കുക, ഇതിനും ഒരു ഇൻഹറൻ്റ് ആക്ടിവിറ്റി ഉണ്ട്. എപ്പോഴെങ്കിലും ഒരു ഇൻകറക്റ്റ് ആയിട്ടുള്ള ബേസ് പെയർ ആണ് ഡി എൻ എ പോളിമറൈസിൽ വരുന്നതെന്ന് വിചാരിച്ചാൽ ആ സിന്തസിസ് പലപ്പോഴും സ്ലോ ആവും, അല്ലെങ്കിൽ പിന്നെ അത് നടക്കത്തില്ല, അവിടെ സ്റ്റോളാവും. അപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? ഇൻകറക്റ്റ് എന്തായാലും വന്നു, ഇത് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി വെച്ചിട്ട് മിസ്മാച്ച് ചെയ്തിട്ടുള്ള ബേസസിനെയൊക്കെ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പഴയ സ്പീഡിൽ തന്നെ റേറ്റ് കൂടും. കാരണം റിമൂവ് ചെയ്തു, റോങ് ബേസസിനെ റിമൂവ് ചെയ്തു, പിന്നീട് 3' ഒഴിച്ചുകൊണ്ട് സുഖമായിട്ട് വീണ്ടും സിന്തസിസ് നടത്തിക്കൊണ്ടിരിക്കും. ഇതാണ് സാധിക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് പറയുക. ഈ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൈനറ്റിക് പ്രൂഫ് റീഡിംഗ് ഇല്ലേ, അത് പോരെയെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ന്യൂക്ലിയോടൈഡുകളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ പറയുക, ചില ടോട്ടോമെറസ്, ഇതൊരു കെമിസ്ട്രിയാണ് യഥാർത്ഥത്തിൽ. ടോട്ടോമെറസ് എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചിട്ടുണ്ടാവും. ടോട്ടോമെറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈറ്റസിനും ഗ്വാനിനും തമ്മിലാണ് എപ്പോഴും ഫോം ചെയ്യുക. ഓക്കെ, സൈറ്റസിനും ഗ്വാനിനും തമ്മിലാണ് കറക്റ്റായിട്ടുള്ള ബേസ് പെയർ ഉണ്ടാവുക. പക്ഷേ ഈ ഗ്വാനിന് യഥാർത്ഥത്തിൽ എന്താണ്? ഇതൊരു കീറ്റോ ആണ്. നോക്കിയേ, C ഡബിൾ ബോണ്ട് ആവും. ഇതിന് മറ്റൊരു ഐസോമർ ഉണ്ട്, ഈനോൾ ഫോം. കണ്ടോ? ഇതിന് OH ഗ്രൂപ്പുള്ള ഒരു ഫോമുണ്ട്. അതും റെയറായിട്ടാണെങ്കിലും അതിൻ്റെ പെർസെൻറ്റേജ് കുറവാണെങ്കിലും സെല്ലിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം വന്നാൽ എന്ത് ചെയ്യുന്ന അറിയോ? ഇപ്പോൾ ഈ കീറ്റോ ഫോം ആണെങ്കിൽ ഓക്കെ, കറക്റ്റായിട്ട് DNA പോളിമറൈസിൽ
അറിയാം, ഓക്കെ ഇത് ഗ്വാനിനാണ്, ഓക്കെ അല്ലെങ്കിൽ ഇത് ഗ്വാനിനല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് DNA പോളിമറൈസ് സിന്തസിസ്. അവിടുത്തെ കൈനറ്റിക് പ്രൂഫ് റീഡിംഗ് ഉണ്ട്. പക്ഷേ ഈ കീറ്റോ ഈനോൾ ടോട്ടോമെറിസം ഉള്ളതുകൊണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഈനോൾ എന്ന് പറഞ്ഞ സാധനത്തിന് മറ്റൊരു ബേസ് പെയർ, റോങ് ബേസ് ആയിട്ടുള്ള തൈമിനുമായിട്ട് ബേസ് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് PH ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് PH ഒക്കെ അനുസരിച്ചിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ്, അങ്ങനെയാണ് ഈ റോങ് ബേസസ് പലപ്പോഴും ഇൻകോർപ്പറേറ്റ് ആവുന്നത്. അപ്പം അങ്ങനെ ഇൻകോർപ്പറേറ്റ് ആയാൽ എന്തെങ്കിലും ഒരു മെക്കാനിസം വേണം. അതിനെയാണ് നമ്മൾ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി, യഥാർത്ഥത്തിലുള്ള പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റിയാണ്. ആ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഏത് ഡയറക്ഷനിലായിരിക്കും എന്ന് പറയാമോ? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 3' to 5' ഡയറക്ഷനിലായിരിക്കും. ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സേസാറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. നിങ്ങൾക്കത് പറയാൻ സാധിക്കും, നമ്മളിപ്പോഴേ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്നാണ്. ഓൾദോ റൈബോന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേസ് RNTPs present at approximately 10-fold higher concentration than deoxyribonucleoside triphosphate. കണ്ടോ, സെല്ലിൽ ഞാൻ പറഞ്ഞില്ല കുറേ RNTPs ഉണ്ട്. DNTPs ശരിക്കും പറഞ്ഞാൽ കുറച്ചെങ്ങാണ്ടേ ഉള്ളൂ. അത് കണ്ടോ 10-fold ഹയർ ആണ്. അവർ എന്നാലും സെല്ലിൽ വരുന്നില്ല. They are incorporated into DNA that is more than 1,000-fold lower than DNTPs. എന്നാലും വരും ഇടയ്ക്ക്, പക്ഷേ വളരെ കുറവാണ് വരുന്നത്. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, DNA പോളിമറൈസിന് എന്ത്, ഈ ഓപ്ഷൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, അതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് നോക്കാം. അതിൻ്റെ കാരണം എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു, DNTPs RNTPs തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2'OH ഉണ്ട്. 2'OH എന്ന് പറഞ്ഞാൽ എന്ത് ഗ്രൂപ്പാണ്? ചെറിയ ഗ്രൂപ്പാണോ? അല്ല, ബൾക്കി ഗ്രൂപ്പാണ്. അപ്പോൾ ഈ 2'OH ഉള്ളതുകൊണ്ട് അതിൻ്റെ പോക്കറ്റിൽ എന്തുണ്ട്? ചില ഡിസ്ക്രിമിനേറ്ററി അമിനോസിഡ്സ് ഉണ്ട്. അത് 2'OHനെ എന്ത് ചെയ്യില്ല, ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് അതിന് സാധിക്കില്ല. അപ്പോൾ ഈ ചോദ്യം നേരത്തെ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുള്ളതാണ്. എപ്പോഴും എങ്ങനെ ഈ DNA റിപ്ലിക്കേഷൻ പൊതുവെ എങ്ങനെ ബൈ ഡയറക്ഷണലാണ്. അതായത് ഇവിടെ നോക്കുക, നിങ്ങൾ ഡബിൾ സ്റ്റാൻഡാണ് അല്ലേ, അപ്പോൾ ഈ ലീഡിങ് സ്റ്റാൻഡിൽ സിന്തസിസ് നടക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിന്തസിസ് നടത്തും. ഫസ്റ്റ് ഒരു പ്രൈമർ ആഡ് ചെയ്യുന്ന പറഞ്ഞ്, ആ പ്രൈമർ RNA പ്രൈമറാണ് കേട്ടോ, അത് ഒരു RNA പ്രൈമറാണ്. ആ പ്രൈമർ പിന്നെ കറക്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്ത് പറ്റും? 5' to 3' നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യാം. അതായത് ഏതാണോ, ഇതിനെയാണ് നമ്മൾ പറയുക ഒരു റിപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയാം. അപ്പോൾ റിപ്ലിക്കേഷൻ ഫോർക്ക് ഇങ്ങടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓവറോൾ ഡയറക്ഷൻ ഓഫ് ദ DNA റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ഓഫ് ദ ലീഡിങ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സെയിം ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, സെയിം ഡയറക്ഷൻ ഓഫ് ദ DNA റിപ്ലിക്കേഷൻ. അവിടെ നിങ്ങൾ നോക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിന്തസിസ് ആണ് നടക്കുക, കാരണം 5' to 3. ഇനി ലാഗിങ് സ്റ്റാൻഡിൽ ഈ പ്രശ്നമുണ്ട്. 2 സ്റ്റാൻഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലാഗിങ് സ്റ്റാൻഡിന് ഡയറക്ഷണലായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ സിന്തസിസ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ട്രെച്ചസിലാണ് ഇവർ സിന്തസൈസ് ചെയ്യുന്നത്. ആ സ്ട്രെച്ചുകളെയാണ് നമ്മൾ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റുകൾ എന്ന് വിളിക്കുക. ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റുകൾ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റിച്ച് ചെയ്യാനാണ് ലൈഗേസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ 2 തരത്തിലുള്ള സിന്തസിസ് ഉണ്ട് നമ്മുടെ DNA റിപ്ലിക്കേഷനിൽ. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലീഡിങ് സ്റ്റാൻഡ് സിന്തസിസ്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാഗിങ് സ്റ്റാൻഡ് സിന്തസിസ്. ലാഗിങ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിലാണ് നമുക്ക് സ്റ്റിച്ചിങ് ആവശ്യമായിട്ട് വരിക. അപ്പോൾ DNA ലൈഗേസ് എവിടെയായിരിക്കും ഉപയോഗിക്കപ്പെടുക? ലാഗിങ് സ്റ്റാൻഡിൻ്റെ സിന്തസിസിലായിരിക്കും. ഇനി 2 സിന്തസിസ് ആണെങ്കിലും ആവശ്യമുള്ളൊരു സംഭവമുണ്ട്, പ്രൈമർ ഇല്ലെങ്കിൽ നടക്കത്തില്ല. പക്ഷേ പലതരത്തിലുള്ള പ്രൈമേഴ്സ് ആവശ്യം വരും, വീണ്ടും പ്രൈമേഴ്സ് ആവശ്യം വരും അവിടെ ലാഗിങ് സ്റ്റാൻഡിൽ. പക്ഷേ ലീഡിങ് സ്റ്റാൻഡിലും പ്രൈമർ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ പ്രൈമറിനെ സിന്തസൈസ് ചെയ്യുന്ന ഒരു എൻസൈം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് വേണം, അതാണ് പ്രൈമേസ് എന്ന് പറയുക. പിന്നെ എന്താണ്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോളിമറൈസ് ഉണ്ടായിരിക്കണം. പോളിമറൈസിന് അതുപോലെ തന്നെ പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ എന്താ പറയുക, ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റുകളെ യോജിപ്പിക്കാനുള്ള കഴിവുള്ള എൻസൈമുകൾ ഉണ്ടാവണം, അതാണ് ലൈഗേസ് എന്ന് പറയുക. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതൊരു ഫോർക്കാണെന്നാണ് പറഞ്ഞു. ഈ ഫോർക്ക് ഇങ്ങനെ DNA ഇങ്ങനെ ഇരിക്കുകയാണ്, പക്ഷേ അതിനെ വലിച്ചൊരു ബബിൾ പോലെ ആക്കിയിട്ടാണ്. ഈ എൻസൈമുകൾക്ക് ആക്സസ് ഇല്ല. വെറുതെ ഇങ്ങനെ DNA ഡബിൾ സ്റ്റാൻഡായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് ഒരു ആക്സസും കിട്ടത്തില്ല. അപ്പോൾ ഇതിനെ ഒരു ബബിൾ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ, ഇതിനെ വലിച്ചിങ്ങനെ നീട്ടണമെങ്കിൽ അവിടെ ഒരു ടെമ്പററിലി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ചില എൻസൈംസ് വേണം. ആ എൻസൈമുകളെയാണ് നമ്മൾ ഹെലിക്കേസസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേയധികം എൻസൈമുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുകയാണ് വേറെ കുറേയധികം എൻസൈമുകളെക്കുറിച്ച്. ഒന്ന്
പ്രൈമേസ് ആണ്. പ്രൈമേസ് എന്തായിരിക്കും? പ്രൈമർ സിന്തസൈസ് ചെയ്യുക. ഹെലിക്കേസ് എന്ന് പറഞ്ഞാൽ ഇതിൽ സിംഗിൾ സ്റ്റാൻഡുകളെ എക്സ്പോസ് ചെയ്യിക്കുക, അതുപോലെ തന്നെ മറ്റ് എൻസൈമുകൾക്ക് ആക്സസിബിളാക്കി മാറ്റുക. പിന്നെ ഇങ്ങനെ ആക്സസിബിളാക്കി മാറ്റുമ്പോൾ അവിടെ ഒരു ട്രേഡ് ഓഫ് ഉണ്ട്. ഓക്കെ, അവർ അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? അത് റീജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ റീജോയിൻ ചെയ്യാതിരിക്കാൻ, ഡിഗ്രഡേഷൻ ഉണ്ടാവാതിരിക്കാനൊക്കെ ചില നമുക്കൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള പ്രോട്ടീൻസ് ആവശ്യമാണ്. അതാണ് സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്. പിന്നെ ഒന്ന് ഇങ്ങനെ വലിച്ചു നീട്ടുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, അതിൻ്റെ പ്രശ്നങ്ങളെയാണ് നമ്മൾ സൂപ്പർ കോയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട്, അതിൻ്റെ ആ ടെൻഷനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ടോപ്പോ ഐസോമറേസസ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഭയങ്കരമായ പ്രശ്നമാണ്. നിങ്ങളൊരു റബ്ബർ ബാൻഡ് വലിച്ച് നീട്ടി സിന്തസൈസ് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള എൻസൈമുകളുണ്ട്. ഈ DNA പോളിമറേസ് മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും മെക്കാനിസംസിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അപ്പോൾ നെക്സ്റ്റ് മറ്റ് എൻസൈമുകൾ, ഇന്ന് DNA പോളിമറേസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റ് എൻസൈമുകളെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അതുവരേക്കും ബൈ.